ഈ ഡോറ് പൊളിക്കാൻ നോക്കുന്നു. എടാ അത് അകത്തോട്ട് തുറക്കുന്ന ഡോറാ, പൊളിച്ചടുക്കി എടുക്കണം ഇങ്ങോട്ട്. അയ്യോ പറഞ്ഞ പോലെ അകത്തോട്ട് തുറക്കുന്നതാണല്ലേ. അയ്യോ ഞാൻ മറന്നുപോയി. തിന്ന് കയറ്റുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് കേട്ടാ. ഈ കഴിക്കുന്ന അല്ലാതെ എന്റെ ബുദ്ധിയായിട്ടാ വരുന്നത്. തലച്ചോറ് ചോറല്ല എനിക്ക് മനസ്സിലായത്. ഇവിടെ വിളിക്കാതെ നീ കിടന്നു. മക്കളെ ചേട്ടനും കൂടെ എന്തെങ്കിലും താടാ. ചേട്ടാ ബോളി മതിയോ ചേട്ടാ? ബോളി മതി. അതാകുമ്പോ ഈ കഥവിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് തരാം. പെട്ടെന്ന് പക്ഷെ ഞാൻ കഴിച്ചു പോയല്ലോ ചേട്ടാ. ചേട്ടാ ഒരു ചിക്കൻ കാലം ഉണ്ടായിരുന്നു. എടാ എന്തെങ്കിലും നീ പോടാ അവിടെ. പക്ഷെ അത് തരാൻ പറ്റത്തില്ല, അതും കഴിച്ചു പോയി. പാവടി എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് കൊടു, വരുന്ന വിശക്കുന്നില്ല ഇതിന്. എടാ നാത്തു എടുക്കുന്നുണ്ട് ചേട്ടാ. നാത്തു ഇപ്പൊ കൊണ്ടുവരും. വെയിറ്റ് ചെയ്യ്. ചേട്ടാ തുറക്കാൻ പറ്റില്ലല്ലേ? ഇല്ല ശരിക്കും പറഞ്ഞാലേ ഇതിന്റെ അകത്ത് ഇങ്ങനെ ലോക്കാവേണ്ട ആരായിരുന്നു? നീ. ഈ വീടിന് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ശാന്തി ഉണ്ടായിരുന്നല്ലേ? എടീ അത് വിട്, ഞാൻ നിന്നൊന്നും പറയുന്നില്ല. പോട്ട് ചുമ്മാ ഇരുന്ന് ഒരു മിനിറ്റ്. ഒരു ബുദ്ധി ഉണ്ടെന്നാ എന്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. പക്ഷെ അതിന് ഭയങ്കരമായ ശാരീരിക ഇത് വേണം. ഇത് ഒരു ഒടിവും തിരിവൊക്കെ ഉണ്ടല്ലോടി. മെയ്വഴക്കോടാ. ആവശ്യത്തിൽ കൂടുതലും ഉണ്ട് നിനക്ക്. നിന്നെ കൊണ്ട് പറ്റും. പക്ഷെ എനിക്ക് നിന്റെ ബുദ്ധി അതുകൊണ്ട് പരീക്ഷിക്കാൻ കുറച്ച് പേടിയുണ്ട്. തമാശ അതിന് നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും ഇല്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചേട്ടന് വേണ്ടി ആയതുകൊണ്ട് പറ അങ്ങോട്ട്. ഇങ്ങനെ കൈയേറ്റ്. അങ്ങനെ ഇരിക്കാനല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കും. ഇത് കുറച്ച് ടാസ്ക് ആട്ടോ. ചേട്ടാ ഇതിനൊക്കെ എനിക്ക് വല്ലതും തിന്നാൻ വാങ്ങിച്ചു തരണം. അങ്ങനെ ഇരിക്കണേ. സിമ്പിൾ പരിപാടിയാണേ. തൂക്കെടുത്തു. കൊച്ചിനെ നീ എന്തോന്ന് ചെയ്യണടാ? ഭയങ്കര വിശപ്പേട്ടാ. നല്ല ടേസ്റ്റും ഉണ്ട്. അമ്മ വരുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും കഴിച്ചോ. സോറി കപ്പിൾസ്, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഈ സാധനം ഇതിനകത്തോട്ട് ഇട്ടോട്ടെ. ഏത് സാധനം? കയറ്. നിനക്ക് എന്നാടാ? ഇത് അങ്ങോട്ട് പിടിച്ചേട്ടാ. പിടി. എന്തിനാ? ആ വാതിലിന്റെ കൊളുത്തി പിടിച്ചിട്ടേ ഒന്ന് കെട്ട്. ഞങ്ങളിത് വലിച്ചിങ്ങിടാം വാതില്. ഇത് വലിച്ചിങ്ങിടാൻ വാതില്. എന്റെ പൊന്നെ ഏട്ടാ, താക്കോല് നോക്കുമ്പോ ഒരുപാട് സമയം എടുക്കുന്നു. ഇതാണ് ഇതങ്ങോട്ട് കെട്ടെന്ന്. ഇതങ്ങോട്ട് കെട്ടെന്ന് വലിച്ചിടണ്ട. നീ ചുമ്മാ നീ താക്കോല് ഉണ്ടാ നോക്ക് എവിടെയെങ്കിലും. എന്റെ ഡോക്ടർക്ക് വേണ്ട. എത്ര രൂപ തരുമോ? കൊടുക്കട്ടാ, കഷ്ടമാണ്. നീ കഴിച്ചതല്ലേ? ഞാൻ കഴിച്ചില്ല, അതുകൊണ്ടാണ്. നീ വാരി കൊടുക്ക. ആണോ? ഞാൻ വേറെ എടുത്തോണ്ട് വരാം. ഉപ്പ് കൊതിയൻ. വെള്ളം അതിന്റെ അകത്ത് ഇരിക്കല്ലടാ. ചോറ് സാമ്പാറും തന്നെ അല്ലേടാ. ഞാൻ വേറെ എടുത്തോണ്ട് തരാം. ഇനി ഇതാർക്ക് വേണം? ഞാൻ നിന്നിട്ട് ബാക്കി ചേട്ടൻ തിന്നൂല. സഹോദര സ്നേഹമില്ല. നീ തിന്നതിന്റെ ബാക്കിയല്ല, നീ ഇങ്ങനെ കളിച്ചതിന്റെ ബാക്കി തിന്നൂല. സഹോദര സ്നേഹമില്ല. വേണ്ട. ഞാൻ വേറെ എടുത്തോണ്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇതിപ്പോ ഒരുമാതിരി ജീവവരെന്ന് കിട്ടിയ അകത്തായ പോലെ ഉണ്ടല്ലോ. ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തിറക്കും? ഒന്ന് കൊട്ടാതിരിക്കും മനുഷ്യ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടാ. ഫയർഫോഴ്സിനെ വിളിക്കാനും സമ്മതിക്കത്തില്ല, ഇത് തല്ലി പൊളിക്കാനും സമ്മതിക്കത്തില്ല. സ്ക്രൂ ഡ്രൈവ് ഉപയോഗിച്ചാൽ നമുക്ക് തുറക്കാൻ. അതൊക്കെ നോക്കിയതാടി. ഇപ്പൊ വളഞ്ഞ വഴി എന്തെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു പോയിട്ട് സുമേനെ കാണുന്നില്ലല്ലോ. അവൻ ഇന്ന് വരെ നേരമുള്ള വഴി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാലും ചിലപ്പോ അത് വർക്കൗട്ട് ആവും. നാത്തു കൊറേ നേരം ആയല്ലോ പോയിട്ട്. ചേട്ടത്തി ഈറ്റപ്പം നോട്ട് കുഴിയണല്ലോ. ഓക്കെ
ഈറ്റപ്പോ എടാ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. എടാ 2.5 എനിക്ക് കൊണ്ടുപോടാ, എനിക്ക് നല്ല വിശപ്പെടാ. വായിക്കാത്ത വെച്ച് പൂട്ടറി വെള്ളം ആക്കി തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളല്ലോ. അത് തുറക്കണ്ടേ നിനക്ക്? ഇവിടെ താക്കോല് കൊണ്ടിട്. അപ്പം ഉണ്ടാക്കുന്നില്ല ഒന്നും. അപ്പൊ അല്ല ഞാൻ തുറക്ക് ഓ ആ നാത്തു ഇതെന്റെ അലമാരിയുടെ താക്കോല്. പിന്നെ ഇതല്ല എന്നാ പിടിച്ചോ. ഇതൊക്കെ ഏത് താക്കോലാ ഈറ്റപ്പ? ചിന്നതാ വെയിറ്റ് പണ്ടൊക്കെ ചെല്ലാം. ഞാൻ തുറക്കട്ടെ. എന്നാ പിടി. നിനക്ക് എന്തായിരുന്നടാ പണി കൊണ്ട്? എന്തെല്ലാം ഇവിടെ ഇപ്പൊ സുമേഷ് കാണിച്ചു തന്നുണ്ട്. എന്റെ അമ്മേ എന്തോരം താക്കോലാ നോക്കി. ഏതെങ്കിലും സെറ്റ് ആവോ? നിക്കടി വെയിറ്റ് ചെയ്യ്. തുറക്കണ്ടാ? ചേട്ടാ യാ സ്വായേഷം മിർദൗമൻ ഫില്ലൂലു വിഷാ. ആ താക്കോലിന്റെ പൂട്ടട്ടെ. ഇതിട്ട് പൂട്ടടാ, ഏതാണെന്ന് നോക്കിട്ട് പൂട്ടടാ. ഇത് സങ്കടമാണോ സന്തോഷമാണോ തുണ്ണ? സങ്കടം സന്തോഷം എല്ലാം കൂടെ. ഇതിന്റെ പൂട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അതെ, ശരിയാക്കാം. പെട്ടെന്ന് ശരിയാക്കാം. അല്ലെങ്കിൽ നമ്മള് ആരെങ്കിലും അതിന്റെ അകത്ത് പെട്ടുപോയല്ലേ അതെ, വല്ലാത്തൊരു പിള്ളേര് എന്ത് അവസ്ഥയാണ്. പറ്റും? അതെ. ദേ ചേട്ടാ ഇവന്റെ കയ്യിൽ ഒരു കൊട്ട താക്കോല്. ഇതാ എവിടെ നിന്നാ നിനക്ക് ഇത്രയും താക്കോല്? ചേട്ടാ എവിടെ നിന്നാണ് ഇത്രയും താക്കോല്? ഞാൻ പറയൂല. സത്യം പറയടാ. ഞാൻ പറയൂല. പറയടാ. അത് അച്ഛന്റെ പണപ്പെട്ട് പെട്ടിക്കാൻ വേണ്ടിട്ടേ പൊട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ പല സൈഡിൽ നിന്ന് ഒപ്പിച്ച് താക്കോല. ഒന്നും ഏച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ അതിൽ കണ്ട പറഞ്ഞ എന്റെ അലമാരിയുടെ താക്കോലായിരുന്നു. ഇതിട്ടിട്ടൊന്നും അത് തുറന്നില്ലേ? ഏറ്റവും സേഫ് അതാണ് അതിന്റെ അകത്തിരിക്കാൻ. അതിനകത്ത് വെച്ച് പൂട്ടട്ടോ? വേണ്ട എന്നാ വാ. കളയാതെ എന്തിനാ മുറി അടയ്ക്കുന്നേ? വേണ്ടേ? ഇനി അത് പൂട്ടണോ? അപ്പൊ നിൽക്കണം. ഇതിന്റെ പൂട്ടിന്റെ പ്രശ്നം എന്താ നോക്കാം. ഇത്ര നേരം ഇരുന്നല്ലേ അച്ഛൻ പോയി കുറച്ച് വെള്ളം കുടിക്കുക. അയ്യോ വെള്ളമൊക്കെ ഞാൻ സമയാസമയം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇതിനകത്ത് ഇനിയും എടാ 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 അയ്യോ അല്ല എടാ എടാ താക്കോല് നിന്റെ കയ്യിലാ. ഓ അല്ല താക്കോല് തുറന്നേ. താക്കോല് നിന്റെ കയ്യിലല്ലേ? എടാ താക്കോലിങ്ങട്. എന്റെ കയ്യിലുള്ള താക്കോല് തുറക്കാം. താക്കോല് അവിടെ കിടക്കട്ടെ ചേട്ടാ. ചേട്ടൻ എന്ത് ഇത്ര ബുദ്ധിമുട്ട്? പോ അവൻ കിടന്നോട്ടെ. താക്കോല് ഒന്ന് അപ്പച്ചി ഇതേ താക്കോൽ എടുത്ത് തുറന്നിട്ട്. രണ്ട് എല്ലാ ഐഡിയ സുമേ ഞാൻ തുറന്നു തരാട്ടോ. തുറക്ക്. ആ തുറക്ക് നോക്കുന്നുണ്ടേ. തുറക്കാൻ നോക്കുന്നുണ്ട് നീ. അറിയാതെ ആ ആ എല്ലാം ഇടേ.